ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ വീണക്കുട്ടിയുടെ അനുസ്മരണ യോഗം, അനുശോചന യോഗം എന്ന താല്പര്യത്തിലാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പ്രായത്തിൽ വളരെ കുറവാണെങ്കിലും നമ്മളെ എല്ലാവരെയും ഒരേപോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിന് യാതൊരു ദുഃഖവുമില്ല. എന്നെപ്പറ്റി നിങ്ങൾ ദുഃഖിക്കുകയല്ല, എനിക്ക് നിങ്ങളുടെ സിമ്പതിയല്ല എനിക്ക് ആവശ്യം. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ്. എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഒരേ മനസ്സോടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രചോദനമാണ് എനിക്ക് നിങ്ങളെല്ലാവരും നൽകേണ്ടത് എന്ന് വളരെ ക്രിട്ടിക്കൽ സന്ദർഭത്തിൽ പോലും വളരെ ഊർജസ്വലയായിട്ട് മനസ്സ് അത്രത്തോളം ഒരു പക്വതയായിട്ടുള്ള ഒരു സഹോദരിയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ആ വാക്കുകൾ എന്നും നമ്മളുടെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ന് നമ്മളുടെ പ്രീണക്കുട്ടി ജീവാത്മാവിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ ആ ഭൗതിക ശരീരം നമ്മളെ വിട്ട് ഭഗവത്പാദത്തിലേക്ക് യാത്ര ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ലൗകിക ജീവിതത്തിൽ മുഴുകിക്കഴിയുന്ന ആൾക്കാരാണ്. പ്രീണക്കുട്ടിയുടെ വാക്കുകൾ നമ്മളുടെ ഹൃദയത്തിന് എത്രത്തോളം ധൈര്യവും അതുപോലെ തന്നെ ഏത് സാഹചര്യങ്ങളെയും സമചിത്തതയോടുകൂടി സമീപിക്കാനുള്ള ഒരു ഉണർവും നമ്മളിൽ നൽകുന്നുണ്ട്. എന്നിരുന്നാലും ആ പ്രാപഞ്ചിക സത്യങ്ങൾക്കനുസരിച്ച് പ്രകൃതിയുടെ ഗുണത്തിനനുസരിച്ച് ഈ ഒരു ദുഃഖം നമ്മളിലും സ്വാഭാവികമായിട്ട് തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. മാനുഷികമായ മനുഷ്യ സഹജമായ വികാരങ്ങളും എല്ലാം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും കിരണക്കുട്ടിയുടെ വാക്കുകളെ നാം അനുസരിക്കുന്ന നല്ല സുഹൃത്തുക്കളായിട്ട് നമുക്ക് ആ കുട്ടിയോട് നീതി പുലർത്താം. വീണയുടെ അഡ്രസ്സ് നമുക്കറിയാവുന്നത് കെയർ ഓഫ് കൃഷ്ണമന്റെ സത്സംഗം എന്നുള്ള ഒരു ഇതിൽ കൂടിയാണ് എനിക്കറിയാം. ഇന്ന് ഞാൻ അനിതയോട് ആ കുട്ടിയുടെ അഡ്രസ്സ് ചോദിച്ചു. അനിതയ്ക്കും പെട്ടെന്ന് അഡ്രസ്സ് നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് കാരണം നമ്മൾ ഓരോരുത്തരുടെയും ഐഡന്റിറ്റി
ഹരി ഓം. ഇവിടെ കറണ്ട് പോയതാണ് കേട്ടോ, ഈ ഏരിയയില്. കേൾക്കാമോ? എല്ലായിടത്തും പോയോ? ഈ ഏരിയ മൊത്തം പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാനാ തിരുമേനി പറഞ്ഞേ. ഇത് നമുക്ക് ആദ്യം സഹസ്രനാമം ചൊല്ലല്ലേ? ആരാ ചൊല്ലുന്നത്? അനിത ചൊല്ലിക്കോളൂ. ചൊല്ലട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമമായദാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത്പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവശിവസ്ഥാണുർഭൂതാതിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ അപ്രമേയോ ഹൃഷീകേശ പത്മനാഭോമരപ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ടാസ്ഥവിഷ്ടസ്ഥവിരോ ധ്രുവ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർദന പ്രഭൂതസ്ത്രികഗുപ്ധാമ പവിത്രം മംഗളം പരം ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാധർഷ കൃതജ്ഞകൃതിരാത്മവാൻ സുരേശ ശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ അഹ സംവത്സരോ വ്യാള പ്രത്യയ സർവദർശന അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാകവിരമേയാത്മാ സർവയോഗ വിനിസൃത വസുർവസുമനാ സത്യസ്തമാത്മാ സംവിദസ്തമ അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതി രുദ്രോ ബഹുശിരാ ബഭ്രുർവിശ്വയോനിശുചിശ്രവാഃ അമൃതശാശ്വതസ്ഥാണുർവരാരോഹോ മഹാതപാഃ സർവഗഃ സർവവിദ്ഭാനുർവിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത്കവി ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃത ചതുരാത്മാ ചതുർവ്യൂഹശ്ചതുർദംഷ്ട്രശ്ചതുർഭുജ പ്രാജിഷ്ണുർഭോജനം ഭോക്ത സഹിഷ്ണുർജഗദാദിജ അനഘോ വിജയോ ജേത വിശ്വയോനി പുനർവസു ഉപേന്ദ്രോ വാമന പ്രാംശുരമോഘ ശുചിരൂർജിത അതീന്ദ്രസംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമ വേദ്യോ വൈദ്യസ്തദാ യോഗി വീരഃ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതി അനിർദ്ദേശ്യവപു ശ്രീമാൻ അമേയാത്മാ മഹാധൃതൃക് മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസസ്തതാംഗതി അനിരുദ്ധസ്തുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതി മരീചിർദമനോഹംസ സുപർണോ ഭുജഗോത്തമ ഹിരണ്യനാഭസ്സുതപാഃ പത്മനാഭ പ്രജാപതി അമൃത്യുഃ സർവദൃക്സിംഹ സന്ധാതാ സന്ധിമാൻ സ്ഥിര അജോ ദുർമർഷണ ശാസ്താ വിശ്രുതാത്മാ സുരാരിഹ ഗുരുർഗുരുതമോ ധാമ സത്യഃ സത്യപരാക്രമ നിമിഷോ നിമിഷസ്രഗ്വീ വാചസ്പതിരുദാരധീഃ അഗ്രണീർഗ്രാമണീ ശ്രീമാന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ് ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രമർദ്ദന അഹസ്തംവർത്തകോ വന്യരനിലോധരണീധര സുപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃഗ് വിശ്വഭുഗ് വിഭു
സത്കർത്താ സത്കൃതഃ സാധുർജന്യുർനാരായണോ നര അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃച്ഛുചി സിദ്ധാർത്ഥസിദ്ധസങ്കൽപ്പസ്ഥിതിദസ്ഥിതിസാധന വൃഷാഹി വൃഷഭോ വിഷ്ണുർവൃഷപർവാ വൃഷോദര വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്തശ്രുതിസാഗര സുഭുജോ ദുർധരോ വാഗ്മി മഹേന്ദ്രോ വസുദോ വസു നൈകരൂപോ ബൃഹദ്രൂപ ശിബിവിഷ്ടപ്രകാശന ഓജസ്തേജോദിധര പ്രകാശാത്മാ പ്രതാപന വൃദ്ധസ്പഷ്ടാക്ഷരോ മന്ത്രശ്ചന്ദ്രാംശുർഭാസ്കരദ്യുതി അമൃതാംശുദ്ഭവോ ഭാനു ശശബിന്ദുസ്തുരേശ്വര ഔഷധം ജഗതസ്തേതു സത്യധർമ്മപരാക്രമ ഭൂതഭവ്യഭവന്നാഥ പവന പാവനോനല കാമഃ കാമകൃത്കാന്ത കാമകാമപ്രദ പ്രഭു യുഗാദികൃദ്യുഗാവർത്തോ നൈകമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിതനന്ദജിത് ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ട ശിഖണ്ഡീ നഹുഷോ വൃഷ ക്രോധഃ ക്രോധകൃത്കർത്താ വിശ്വബാഹുർമഹീധര അച്യുത പ്രഥിത പ്രാണ പ്രാണദോ വാസവാനുജ അപാം നിധിരധിഷ്ഠാനം അപ്രമത്ത പ്രതിഷ്ഠിത സ്കന്ദസ്കന്ദധരോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാദിദേവ പുരന്ദര അശോകസ്താരണസ്താര ശൂരശൗര്ജനേശ്വര അനുകൂലശതാവർത്ത പത്മീ പത്മനിഭേക്ഷണ പത്മനാഭോരവിന്ദാക്ഷ പത്മഗർഭശരീരഭൃത് മഹർധിഋദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജ അതുലശരഭോ ഭീമ സമയജ്ഞോ ഹവിർഹരി സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിഞ്ജയ വിക്ഷരോ രോഹിതോ മാർഗോ ഹേതുർദാമോദരസ്സഹ മഹീധരോ മഹാഭാഗോ വേഗവാനഭിതാശന ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനദോ ധ്രുവ പരർത്തി പരമസ്പഷ്ടസ്തുഷ്ടപുഷ്ട ശുഭേക്ഷണ രാമോ വിരാമോ വിരതോ മാർഗോ നയോനയോനയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണദ പ്രണവ പൃഥു ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജ ഋതു സുദർശനകാല പരമേഷ്ഠീ പരിഗ്രഹ ഉഗ്രഃ സംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ വിസ്താരസ്ഥാവരസ്ഥാണു പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന അനിർവിണ്ണസ്ഥവിഷ്ടോ ഭൂധർമ്മയൂപോ മഹാമഖ നക്ഷത്രനേമന്നക്ഷത്രീ ക്ഷമക്ഷാമ സമീഹന യജ്ഞയുജ്യോ മഹേജ്യശ്ച ക്രതുസ്തത്രം സതാം ഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം സുഹൃദഃ സുമുഖഃ സൂക്ഷ്മഃ സുഘോഷഃ സുഖദഃ സുഹൃത് മനോഹരോജിത ക്രോധോ വീരബാഹുർവിദാരണ സ്വാപനസ്വവശോ വ്യാപി നൈകാത്മാ നൈകകർമ്മകൃത് വത്സരോ വത്സലോ വത്സീ രത്നഗർഭോധനേശ്വര ധർമ്മകൃദ്ധർമ്മി സദസക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രാംശുർവിധാതാ കൃതലക്ഷണ ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരു ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതഭൃദ്ഭോക്ത കപീന്ദ്രോ ഭൂരിദക്ഷിണ സോമഭോ മൃതവ സോമ പുരുജിത് പുരുസത്തമ വിനയോജയ സത്യസന്ധോ ദാശാർഹസ്തത്വതാംപതി ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോമിത വിക്രമ അംഭോനിധിരനന്ദാത്മാ മഹോദതിശയോന്തക അജോ മഹാർഹസ്വാഭാവ്യോ ജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമാ ത്രിവിക്രമ മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദസ്ത്രിദശാധ്യക്ഷോ മഹാശൃംഗകൃതാന്തകൃത് മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗദീ ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്രഗദാധര വേദാസ്വാംഗോജിത കൃഷ്ണോ ദൃഢസംഘർഷണോച്യുത വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമനാഹ ഭഗവാൻ ഭഗഹാനന്ദീ വനമാലീ ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമ സുധന്വാ ഖണ്ഡപരശുദ്ധാരുണോ ദ്രവിണപ്രദ ദിവസ്പൃക് സർവദൃഗ്വ്യാസോ വാചസ്പതിരയോ നിജ ത്രിസാമ സാമഗസ്സാമ നിർവാണം ഭേഷജംഭിഷ സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠാ ശാന്തിപരായണം ശുഭാംഗശാന്തിദസ്രഷ്ട കുമുദക്കുവലേശയ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ അനിവർത്തി നിവൃത്താത്മാ സംക്ഷേപ്ത ക്ഷേമകൃച്ഛിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമദാംബര ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ സ്വക്ഷസ്വംഗശതാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്യുർത്തിച്ഛിന്ന സംശയ ഉദീർണ സർവദക്ഷുരനീശ ശാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോകശോകനാശന
അർച്ചിഷ്മാൻ അർച്ചിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുമ്നോമിത വിക്രമ കാലനേമിനിഹാവീര ശൗരിശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശിഹാ ഹരി കാമദേവ കാമപാല കാമീകാന്തകൃതാഗമ അനിർദ്ദേശ്യ വപുർവിഷ്ണുർവീരോനന്ദോ ധനഞ്ജയ ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ 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 വിവർധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ മഹാക്രമോ മഹാകർമ്മ മഹാതേജോ മഹാരഗ മഹാക്രതുർമഹായജ്വ മഹായജ്ഞോ മഹാഹവി തവ്യസ്തവ പ്രിയ സ്തോത്രം സ്തുതിസ്തോതാരണ പ്രിയ പൂർണ്ണ പൂരയിതാ പുണ്യ പുണ്യകീർത്തിരനാമയ മനോജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവി സദ്ഗതി സത്കൃതി സത്താ സദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസസ്തു യാമുന ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോനല ദർപ്പഹ ദർപ്പദോ ദൃപ്തോ ദുർധരോധാ പരാജിത വിശ്വമൂർത്തിർമഹാമൂർത്തിർദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തി ശതാനന ഏകോനൈകസ്തവക്കിം യത്തത്പദമനുത്തമം ലോകബന്ധുർലോകനാഥോ മാധവോ ഭക്തവത്സല സുവർണവർണോ ഹേമാംഗോ വരാംഗശ്ചന്ദനാംഗദീ വീരഃ വിഷമശൂന്യോ കൃതാശീരജലസ്ഥല അമാനീ മാനദോ മാന്യോ ലോകസ്വാമീ ത്രിലോകധൃക് സുമേധാ മേധജോ ധന്യ സത്യമേധാധരാധര തേജോ വൃഷോദിതിധര സർവശസ്ത്രഭൃതാംബര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ ചതുർമൂർത്തിശ്ചതുർബാഹുശ്ചതുർവ്യൂഹശ്ചതുർഗതി ചതുരാത്മാ ചതുർഭാവശ്ചതുർവേദ വിദേകപാത് സമാവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുരതിക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ ശുഭാംഗോ ലോകസാരംഗ സുതന്തുസ്തന്തുവർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ ഉദ്ഭവ സുന്ദര സുന്ദോ രത്നനാഭ സുലോചന അർക്കോ വാജസന ശൃംഗീ ജയന്ത സർവവിജയീ സുവർണ ബിന്ദു രക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാഹ്രദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി കുമുദ കുന്ദര കുന്ദ പർജന്യ പാവനോനില അമൃതാംശോമൃത വപു സർവജ്ഞ സർവതോമുഖ സുലഭ സുവൃതസ്ഥിത ശത്രുജിത് ശത്രുതാപന നിഗ്രോധോദുംബരോ ശ്വത്ഥ ചാണൂരാന്ധ്രനിഷൂദന സഹസ്രാച്ചി സപ്തജിഹ്വ സപ്തൈഥാ സപ്തവാഹന അമൂർത്തിരനഘോ ചിന്ത്യോ ഭയകൃത് ഭയനാശന അണുർബൃഹത്വിഷസ്ഥൂലോ ഗുണഭിർനിർഗുണോ മഹാൻ അധൃത സ്വധൃത സ്വാസ്ത്യ പ്രാഗ്വംശോ വംശവർദ്ധന ഭാരഭൃത് കഥിതോ യോഗി യോഗീശ സർവകാമദ ആശ്രമശ്രമണ ക്ഷാമ സുവർണോ വായുവാഹന ധനുർധരോ ധനുർവേദോ ദണ്ഡോദമയിതാദമ അപരാജിത സർവസഹോ നിയന്താ നിയമോ യമ സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന വിഹായ സഗതിർജ്യോതി സുരുചിർഹുതഭുക്വിഭോ രവിർവിലോചന സൂര്യ സവിതാര വിലോചന അനന്തോ ഹുതഭുക്ഭോക്ത സുഖതോ നൈകചോഗ്രജ അനിർവിണ്ണ സദാ മർഷി ലോകാധിഷ്ഠാനമദ്ഭുത സനാത് സനാതനതമക്കപിലക്കപിരപ്യയ സ്വസ്തിദ സ്വസ്തികൃത് സ്വസ്തി സ്വസ്തിഭുക് സ്വസ്തി ദക്ഷിണ അരൗദ്രകുണ്ടലീ ചക്രീ വിക്രമ്യൂർജിത ശാസന ശബ്ദാധിക ശബ്ദസഹ ശിശിര ശർവരീകര അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണ ക്ഷമിണാംവര വിദ്വത്തമോ വീതഭയ പുണ്യശ്രവണ കീർത്തന ഉത്താരണോ ദുഷ്കൃതിഹാ പുണ്യോ ദുസ്വപ്നനാശന വീരഃ രക്ഷണ സന്തോ ജീവന പര്യവസ്ഥിത അനന്തരൂപോനന്ദശ്രീർജിതമന്യോർഭയാപഹ ചതുരശ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശ അനാദിർഭുർഭുവോ ലക്ഷ്മി സുവീരോ രുചിരാംഗദ ജനനോ ജനജന്മാതിർഭീമോ ഭീമപരാക്രമ ആധാര നിലയോധാത പുഷ്പഹാസ പ്രജാകര ഊർധ്വഗ സത്പഥാചാര പ്രാണദ പ്രണവപ്പണ പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് പ്രാണജീവന തത്വം തത്വവിദേകാത്മാ ജന്മ മൃത്യുജരാതിക ഭുർഭുവ സ്വസ്തരുസ്താര സവിതാ പ്രപിതാമഹ യജ്ഞോ യജ്ഞപതിർയജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞകൃത്യജ്ഞകൃത്യജ്ഞീ യജ്ഞഭുഗ്യജ്ഞസാധന യജ്ഞാന്തകൃത്യജ്ഞഗുഹ്യമന്നമന്നാദ ഏവ ച ആത്മയോനി സ്വയം ജാതോ വൈഖാനസ്താമഗായന ദേവകീനന്ദന സ്രഷ്ടാ ക്ഷിതീശ പാപനാശന ശംഖഭൃന്നന്ദകീ ചക്രീശ അംഗധന്വാഗദാധര രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധ ആത്മയോനി സ്വയം ജാതോ വൈഖാനസ്താമഗായന ദേവകീനന്ദന സ്രഷ്ടാ ക്ഷിതീശ പാപനാശന ശംഖഭൃന്നന്ദകീ ചക്രീശ അംഗധന്വാഗദാധര രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധ ആത്മയോനി സ്വയം ജാതോ വൈഖാനസ്താമഗായന ദേവകീനന്ദന സ്രഷ്ടാ ക്ഷിതീശ പാപനാശന ശംഖഭൃന്നന്ദകീ ചക്രീശ അംഗധന്വാഗദാധര
രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധ ശ്രീ സർവപ്രഹരണായുധ ഓം നമ ഇതി വനമാലീ ഗദീ ശർംഗീ ശംഖീ ചക്രീ ച നന്ദകീ ശ്രീമന്നാരായണോ വിഷ്ണുർവാസുദേവോഭിരക്ഷതു വനമാലീ ഗദീ ശർംഗീ ശംഖീ ചക്രീ ച നന്ദകീ ശ്രീമന്നാരായണോ വിഷ്ണുർവാസുദേവോഭിരക്ഷതു വനമാലീ ഗദീ ശർംഗീ ശംഖീ ചക്രീ ച നന്ദകീ ശ്രീമന്നാരായണോ വിഷ്ണുർവാസുദേവോഭിരക്ഷതു. നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. ഇത് ലക്ഷ്മണോപദേശം. ഞാൻ കുറച്ച് വായിക്കാം, ബാക്കി റാണിജിയും പത്മജിയും കൂടി വായിച്ചോളൂ കേട്ടോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനിടൂ. നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായികിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. വന്യസന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവുമാലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. ഹരി ഓം. വായിച്ചോളൂ റാണിജി. അൺമ്യൂട്ട് ചെയ്യൂ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാതപതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതു ഉദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം മതിഭ്രമമുള്ള ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതിന് ഇല്ല. കാലാന്തരം ആയുസ്സു പോകുന്നതേതുമറിവിയില്ല. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമേറും ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീല മായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഒന്നും ഓരായികയാൽ ആമ കുംഭാംബു സമാനമായി ആയുസ്സുടൻ പോമതേതും ധരിക്കുന്നില്ലിതാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയം. വ്യാഘ്രിയെ പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും വാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹം എന്നാമ്രേഡിതം കലർന്നിടും. ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം. വെന്തു വെണ്ണീറായി ചവഞ്ഞു പോയിടലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകയെന്നറിക നീ ലക്ഷ്മണ.
ഒക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹം അല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യ കേൾ. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്ക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികടോ. മാതാ പിതൃ ഭ്രാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതു പുമാൻ. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. ക്രോധം മൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക. സന്താപമെന്നാൽ ഒരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ത മേലെ വസിപ്പതാത്മാവു കേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം പരം നിർവികാരം ഘനം. സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം. സർവദാ ചേതസി ഭാവിച്ചു കൊൾക നീ. സാരജ്ഞനായ നീ കേൾ. സുഖ ദുഃഖദം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിന്മായമാചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മൗനമല്ലോ പരമ പദമാസ്പദം. സൗമിത്രി തന്നോട് ഈ വണ്ണമരുൾ ചെയ്തു സൗഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ട് ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെങ്ങെന്തുള്ളിലിച്ഛയെന്നാൽ അതിലിച്ഛയെന്നങ്ങുറച്ചിടണം. അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്ന് നിർണയം. മാതാവ് മോദാൽ അനുവദിച്ചിടുകിലേതുമേ ദുഃഖം എനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിയിടുകൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തു സംഗസിയും നിചേർത്താദരാൾ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്ത് ചൊല്ലിനാൾ ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരുന്നിടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമ ഹരേ. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ രുദ്രാരി മുമ്പായ ദിക്പാലകന്മാരെ. ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സ്വർഗസ്ഥിതി ലയകാരിണി ചണ്ഡികേ. എന്മകനാശു നടക്കുന്ന നേരവും കൽമുഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമോർന്ന് രക്ഷിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠം പുലർന്നുടൻ. 7 സംവത്സരം കാനനെ വസിച്ചാരാൾ പര്യന്നനുവദിച്ചിടിനാൾ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരി ഓം. ഭഗവത്ഗീതയാണ് വായിക്കേണ്ടത്. വായിച്ചോളൂ ലതികജി. ലതികാജി അൺമ്യൂട്ട് ചെയ്യൂ. കമലജി വായിച്ചോളൂ. പറ്റുന്നില്ലയോ? ചെയ്തു നോക്കൂ. വായിക്കാം. ഹേമ ബൈജു വായിക്കാൻ പറ്റുമോ? 15-ാമത്തെ വായിച്ചു. 15-ാം അധ്യായം പുരുഷോത്തമ യോഗം. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ് അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാഃ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാളാഃ അധശ്ച മൂലാന്യനുസംതതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ ന രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ഛിത്വാ തതഃ പദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തി പ്രസൃതാ പുരാണി നിർമാനമോഹോ ജിതസംഗദോഷഃ അധ്യാത്മനിത്യാ വിനിവൃത്തകാമാഃ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസംശയൈഃ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത് ന തദ്ഭാസയതേ സൂര്യഃ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി ശരീരം യദവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വരഃ ഗൃഹീതൈത്വാനി സംയാതി വായുർഗന്ധാനി വാശയാത് ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവത്തെ ഉത്ക്രാമാന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാ നാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ യതന്തോ യോഗിനശ്ചൈനം പശ്യന്താത്മന്യവസ്ഥിതം യതന്തോ പ്രകൃതാത്മനഃ നൈനം പശ്യന്ത്യചേതസഃ യദാദിത്യഗതം തേജഃ ജഗദ്ഭാസയദേഖിലം യच्चन्द्रमसि यच्चाग्नौ तत्तेजो विद्धि मामकम् गामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वाः सोमो भूत्वा रसात्मकः अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्तः पचाम्यन्नं चतुर्विधं सर्वस्य चाहं हृदि सन्निविष्टः मत्तस्मृतिर्ज्ञानमपोहनं च वेदैश्च सर्वैरहमेव वेद्यः वेदान्तकृद्वेदविदेव चाहं द्वाविमौ पुरुषौ लोके क्षरश्चाक्षर एव च क्षर सर्वाणि भूतानि कूटस्थोऽक्षर उच्यते उत्तमः पुरुषस्त्वन्यः परमात्मेत्युदाहृतः
यो लोकत्रयमाविश्य बिभर्त्यव्यय ईश्वरः यस्माक्षरमतीतोऽहम् अक्षरादपि चोत्तमः अतोऽस्मि लोके वेदे च प्रथित पुरुषोत्तमः यो मामेवमसम्मूढः जानाति पुरुषोत्तमं स सर्वविद् भजति मां सर्वभावेन भारत इति गुह्यतमं शास्त्रम् इदमुक्तं मया नघ एतद्बुद्ध्वा बुद्धिमान् स्यात् कृतकृत्यश्च भारत हरि ओं तत्सत् ഹരി ഓം. ഭാഗവതത്തിലെ ദ്വാദശ സ്കന്ധം 12 അധ്യായം. അഥ 12ഓധ്യായഃ. സൂത ഉവാച നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ ഏതത്പഃ കഥിതം വിപ്ര വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവദ്ഭിർയദഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം അത്ര സങ്കീർത്തിതഃ സാക്ഷാത് സർവപാപഹരോ ഹരി നാരായണോ ശ്രീകേശോ ഭഗവാൻ സത്വതാം പതി അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതഃ പ്രഭവാപ്യയം ജ്ഞാനം ച തതുപാഖ്യാനം പ്രോക്തം വിജ്ഞാനസംയുതം ഭക്തിയോഗസമാഖ്യാതോ വൈരാഗ്യം ച തഥാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച പ്രായോപവേശോ രാജർഷേർ വിപ്രശാപാത് പരീക്ഷിതഃ ശുഗസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിതഃ യോഗധാരണയോത്ക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച സർഗഃ പ്രാധാനികോഗ്രതാം വിദുരോദ്ധവ സംവാദഃ ശത്രുമൈത്രേയയോസ്തതഃ പുരാണ സംഹിതാ പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി തതഃ പ്രാകൃതികഃ സർഗഃ സപ്ത വൈകൃതികാശ്ച യേ തതോ ബ്രഹ്മാണ്ഡ സംബോധിർ വൈരാജ പുരുഷോ യഥാ കാലസ്യ സ്ഥൂലസൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭുവ ഉദ്ധരണേയംബോധേർ ഹിരണ്യാക്ഷവഹോ യഥാ ഊർധ്വദിര്യഗവാക്സർഗോ രുദ്രസർഗസ്തഥൈവ ച അർദ്ധനാരീനരസ്യാധ യതഃ സ്വയം ഭുവോ മനു ശതരൂപാ ച യാ സ്ത്രീണാമാദ്യാ പ്രകൃതിരുത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേ അവതാരോ ഭഗവതഃ കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദഃ കപിലേന ച ധീമതാ നവബ്രഹ്മസമുത്പത്തിർ ദക്ഷയജ്ഞവിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാത് പൃഥോ പ്രാചീനബർഹിഷ നാരദസ്യ ച സംവാദസ്തതഃ പ്രയവ്രതം ദ്വിജാഃ നാഭേസ്തതോ അനുചരിതം വൃഷഭസ്യ ഭരതസ്യ ച ദീപവർഷസമുദ്രാണാം ഗിരിനദ്യുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്ഥിതി ദക്ഷജന്മപ്രജേതേഭ്യസ്തത്പുത്രീണാം ച സന്തതി യതോ ദേവാസുരനരാസ്തിര്യങ്ങഖഗാദയ ത്വഷ്ടസ്യ ജന്മനിധനം പുത്രയോശ്ച ദിതേർദിജാ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ്ച വിഷ്ണോർഹയശിരാദയ
കർമ്മം ധാന്വന്തരം മത്സ്യം വാമനം ച ജഗത്പദേ ക്ഷീരോദമദനം തദ്വതമൃതാർത്ഥേ ദിവൗകസാം ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മതദ്വംശ സുദ്ദുമ്നസ്യ മഹാത്മന ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം ശശാദാദ്യാ മൃഗാദയ സൗഗന്യം ജാതശര്യാദേ കകുസ്തസ്യ ച ധീമത ഖഡ്വാംഗസ്യ ച മാധാതു സൗഭരേ സഗരസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം കിൽബിഷാവഹം നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവാം രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ ഐളസ്യ സോമവംശസ്യ യയാദേർനഹുഷസ്യ ച ദൗക്ഷന്തേർഭരതസ്യാപി ശന്തനോത്തൽസുതസ്യ ച യയാദേർജ്യേഷ്ഠപുത്രസ്യ യദോർവംശോനുകീർത്തിത യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ തസ്യ കർമ്മണ്യപാരാണി കീർത്തിതാന്യസുരദ്വിഷാ പൂതനാസുപയപ്പാനം ശകടോച്ചാടനം ശിശോ തൃണാവർത്തസ്യ നിഷ്പേഷസ്തഥൈവ ഭഗവത്സയോ ധേനുകസ്യ സഹ ധാതു പ്രലംബസ്യ ച സംക്ഷയ ഗോപാനാം ച പരിത്രാണം ദാവാഗ്നി പരിസർപ്പത ദമനം കാളിയസ്യാഹേർമഹാഹേർനന്ദമോക്ഷണം വ്രതചര്യാതു കന്യാനാം യത്ര ദുഷ്ടോച്യുതോ വ്രതൈ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാരുതാപനം ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേരഥ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭിഃ ക്രീഡാ ച രാത്രിഷു ശംഖചൂഡസ്യ ദുർബുദ്ധേർവധോ അരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാത് പ്രസ്ഥാനം രാമകൃഷ്ണയോ വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തഥാ ഗജമുഷ്ടികചാണൂരകംസാദീനാം ച യോ വധ മൃതസ്യാനയനം സൂനോ പുനഃ സാന്ദീപനേർഗുരോ മധുരായാം നിവസതാ യദുചക്രസ്യ യത്പ്രിയം കൃതമുദ്ധവരാമാഭ്യാം യുതേന ഹരിണാദിജാ ജരാസന്ധസമാനീത സൈന്യസ്യ ബഹുശോ വധ ഘാതനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാ നിവേശനം ആദാനം പാരിജാതസ്യ സുധന്മായാസുരാലയാർ രുക്മിണ്യാഹരണം യുദ്ധേ പ്രമധ്യദിഷതോ ഹരേ ഹരസ്യ ജൃംഭണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം പ്രജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ച യത് ചൈത്യപൗണ്ഡകസൽവാനാം ഗന്ധവക്ത്രസ്യ ദുർമദേ ശംബരോ വിവിധപീഡോ മുരഃ പഞ്ചജനാദയ മാഹാത്മ്യം ച വധസ്തേഷാം വാരാണസ്യാശ്ച ദാഹനം ഭാരാവതരണം ഭൂമിർനിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാപദേശേന സംഹാര സ്വകുലസ്യ ച ഉദ്ധവസ്യ ച സംവാദോ വാസുദേവസ്യ ച യത്രാത്മവിദ്യാ ഹ്യഹിലാ പ്രോക്താ ധർമ്മവിനിർണയാം തതോ മർത്യപരിത്യാഗ ആത്മയോഗാനുഭാവതാം യുഗലക്ഷണവൃത്തിശ്ച കലൗ നൃണാമുപപ്ലവ ചതുർവിധശ്ച പ്രളയ ഉത്പത്തിസ്ത്രിവിധാ തഥാ ദേഹത്യാഗശ്ച രാജശ്രീർവിഷ്ണുരാധസ്യ ധീമത ശാഹാപ്രണയനമൃഷേർമാർക്കണ്ഡേയസ്യ സത്കഥാം മഹാപുരുഷവിന്യാസ സൂര്യസ്യ ജഗദാത്മന
इति चोक्तं द्विजश्रेष्ठा यत्पृष्टो अहमिहास्मि वा लीलावतारकर्माणि कीर्तितानीह सर्वशः पतितस्खलितश्चर्त क्षुद्ध्वा वापि वशो ब्रुवन् हरे नमः इत्युच्चैर्मुच्यते सर्वपातकात् पतितस्खलितश्चर्त क्षुद्ध्वा वापि वशो ब्रुवन् हरे नमः इत्युच्चैर्मुच्यते सर्वपातकात् संकीर्त्यमानो भगवानन्दः श्रुतानुभावो व्यसनं हि पुंसां प्रविश्य चित्तं विधुनोत्यशेषं यथा तमो अर्को अभ्रविवादिवादः मृषा गिरस्ता ह्यसतीरसत्कथा न कथ्यते यद्भगवानथोक्षजः तदेव सत्यं तदुहैव मङ्गलम् तदेव पुण्यं भगवद्गुणोदयम् तदेव रम्यं रुचिरं नवं नवं तदेव शश्वन्मनसो महोत्सवम् तदेव शोकार्णवशोषणं नृणां यदुत्तमश्लोकयशोऽनुगीयते न तद्भजश्चित्रपदं हरेर्यशो जगत्पवित्रं प्रगृह्णीत कर्हिचित् तद्वक्षतीर्थं न तु हंससेवितं यत्राच्युतस्तत्र हि साधवो मलाम् स वाग्विसर्गो जनताखसंप्लवो यस्मिन् प्रतिश्लोकमबद्धवत्यपि नामान्यनन्तस्य यशोऽङ्कितानि यः शृण्वन्ति गायन्ति गृह्णन्ति साधव नैष्कर्म्यमप्यच्युतभाववर्जितं न शोभते ज्ञानमलं निरञ्जनं कुतः पुनः शश्वतभद्रमीश्वरे न ह्यर्पितं कर्म यदप्यनुत्तमम् यशस्रियामेव परिश्रमः परो वर्णाश्रमाचारतपःश्रुतादिषु अविस्मृति श्रीधरपादपद्मयोर्गुणानुवादः श्रवणादिभिर्हरे अविस्मृति कृष्णपदारविन्दयो क्षिणोत्यभद्राणि शमन्तनोति च सत्त्वस्य शुद्धिं परमात्मभक्तिं ज्ञानं च विज्ञानविरागयुक्तं यूयं द्विजग्रावदभूरिभागा यः शश्वतात्मन्नहिलात्मभूतं नारायणं देवदेवमीशमजस्रभावा भवदा विवेश्य अहं च संस्मारित आत्मतत्त्वं श्रुतं पुरा मे परमर्षिवक्त्रात् प्रायोपवेशे नृपदे परीक्षितः सदसृषीणां महतां च शृण्वताम् एतद्वः कथितं विप्रा कथनीयोरुकर्मणः माहात्म्यं वासुदेवस्य सर्वाशुभविनाशनम् य एवं श्रावयेन्नित्यं यामं क्षणमनन्यधि श्रद्धावान् यो अनुशृणुयात् पुनत्यात्मानमेव सः द्वादश्यामेकादश्यां वा शृण्वन्नायुष्यवान् भवेत् पठत्यनश्नन् प्रयतस्ततो भवत्यपातकी पुष्करे मधुरायां च द्वारवत्यां यदात्मवान् उपोक्ष्य संहितामेतां पठित्वा मुच्यते भयात् देवता मुनया सिद्धा पितरो मनवो नृपा यच्छन्ति कामान् गृणतः शृण्वतो यस्य कीर्तनात् ऋजो यजुंषि सामानि द्विजोऽधीत्यानुविन्दते मधुकुल्या हृतकुल्या पयकुल्याश्च तत्फलम् पुराणसंहितामेतामधीत्य प्रयतो द्विजः प्रोक्तं भगवता यत्तु तत्पदं परमं व्रजेत्
വിപ്രോധീത്യാപ്നുയാത് പ്രജ്ഞാം രാജന്യോ ദധിമേഹലാം വൈശ്യോ നിധിപതിത്വം ച ശൂദ്രശുദ്ധേതപാദകാത് കലിമല സംഹതി കാലനോഹിലേശോ ഹരിരിതരത്ര നഗീയദേഹ്യഭീഷ്ണം ഇഹ തു പുനർഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗൈ തമഹമജമനന്തമാത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തിം ദ്യുപതിഭിരജശക്രശങ്കരദ്യൈർ ദുരവസിതസ്തവമച്യുതം നതോസ്മി ഉപജിതനവശക്തിഭിः സ്വ ആത്മന്നുപരചിതസ്ഥിരജംഗമാലയായ ഭഗവത ഉപലബ്ധിമാത്രധാംനേ സുരർഷഭായ നമഃ സനാതനായ സ്വസുഹൃഹൃതചേതാസ്തദ്യുധാസ്തന്യഭാവോപ്യജിതരുചിരലീലാകൃഷ്ടസാരസ്തദീയം വ്യതനുതകൃപയായസ്തത്വദീപം പുരാണം തമഖിലവിജിനഘ്നം വ്യാസസൂനും നതോസ്മി. ശ്രീഹരേ നമഃ. ഇത് ശ്രീമദ്ഭഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ജന്മാദ്യസ്യേതൊന്വയാദിതരതശ്ചാർത്ഥേക്ഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. ആരെങ്കിലും ഒരാള് നാരായണീയത്തിലെ 100ാമത്തെ ശ്ലോകം ചൊല്ലി സമർപ്പിക്കാൻ. 3 പേരിൽ ആരെങ്കിലും ഒരാളൊന്ന് നാരായണീയം 100ാമത്തെ ശ്ലോകം പറയാനുണ്ട്. പക്ഷെ ചൊല്ലിക്കണോ? എനിക്ക് പറ്റിയാണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 100. ഭഗവാന്റെ കേശാദിവാദം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ വലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം കാരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതംഗൈ ആവീതം നാരദാദ്യർവിലസദുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയച്ചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസ്രഗ്നിവേദം തവ പൃഥുകപരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധപുണ്ഡ്രാമഭിജസുലളിതാം ഭാലഭാലേന്ദുവീഥിം ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധപക്ഷ്മാവലിപരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയി അനാഥേ ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസദ്ഗണ്ഡപാളീ വ്യാലോലത് കർണപാശാഞ്ചിതമകരമണീകുണ്ടലത്തുന്ദീപ്രം ഉന്മീലദ്ദന്തപങ്ക്തിസ്ഫുരതരുണധരച്ഛായ ബിംബാധരാന്ത പ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസതാം മേ
ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയവൃതാ ശോണപാണിപ്രവാളേനോപാത്താം വേണുനാളീം പ്രസൃതനഖമയൂഖങ്കുലീ സംഗശാരാം കൃത്വാ വക്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈ ശബ്ദഭ്രമാമൃതൈസ്ത്വം ശിശിരിതഭുവനൈः സിഞ്ച മേ കർണവീഥിം उत्सर्पत्कौस्तुभश्रीदधिभिररुणितं कोमलं कण्ठदेशं वक्षश्रीवत्सरम्यं तरलधरसमुद्दीप्रहारप्रदानं नानावर्णप्रसूनावलिकिसलयिनीं वन्यमालां विलोलल्लोलम्बां लम्बमानामुरसि तव तथा भावये रत्नमालाम् अङ्गे पञ्चाङ्गरागै अतिशय विगसत् सौरभाकृष्टलोकं लीनानेकत्रिलोकी विदधिमभिकृशां बिभ्रदं मध्यवल्लीं शक्राश्मन्यस्ततप्तोज्ज्वलकनकनिभं पीतचेलं दधानं ध्यायामो दीप्तरश्मिस्फुटमणिरशना किङ्गिणीमण्डितं त्वाम् ഊരു ചാരൂതവൂരു ഘനമസൃണരുചൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതംഗൗ ആനമ്രാണാം പുരസ്താന്യസ്തനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ചക്രമപ്രഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ മഞ്ജീരം മഞ്ജുനാദൈ ഇവ പദഭജനം ശ്രേയ ഇത്യാലവന്തം പാദാഗ്രം ഭ്രാന്തിമഞ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഖരഹിമകരജ്യോത്സ്നയാ ച ശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തദിമനുകലയേ മംഗലാമംഗുലീനാം योगीन्द्राणां त्वदङ्गेशधिकसुमधुरं मुक्तिभाजान्निवासो भक्तानां कामवर्षद्युदरुकिसलयं नाथ ते पादमूलम् नित्यं चित्तस्थितं मे पवनपुरपते कृष्णा कारुण्यसिन्धो कृत्वा निःशेषतापान् प्रदिशतु परमानन्दसन्दोहलक्ष्मीम् अज्ञात्वा ते महत्त्वं यदिह निगदितं विश्वनाथक्षमेधा स्तोत्रं चैदत्सहस्रोत्तरमधिकतरं त्वत्प्रसादाय भूयात् द्वेधा नारायणीयं श्रुतिषु जनुषा स्तुत्यदा वर्णनेन स्पीदं लीलावतारे इदमिह कुरुताम् आयुरारोग्यसौख्यम् 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 श्रीगुरुवायूरप्पा शरणं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः सान्द्रानन्दावबोधात्मकमनुपमितं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षात् गुरुभवनपुरे हन्तभाग्यं जनानां हरि ओम् കുട്ടി നമ്മളുടെ കൂടെ ആ കൊറോണയ്ക്ക് ചെറിയ ഒരു ശമനം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി ദ്വാരയ്ക്ക് പോയത് സുരേഷും പിന്നെയും ഇതിൽ അവരുടെ ജീവിതത്തിലെ വലിയ ഒരു അഭിലാഷം വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ ദ്വാരകാധീശനെ കാണാനുള്ള ആ ആഗ്രഹത്തോടുകൂടി ആ വെമ്പലോടുകൂടി ഓടിയെത്തിയ കുട്ടി അത് വളരെ മനോഹരമായിട്ട് ആ യാത്ര പര്യവസാനിച്ച് തിരിച്ചു പോകുന്ന ആ സന്ദർഭം ഇന്നും ഇന്നലെ പോലെ നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പിണക്കുട്ടിയെ പറ്റി പറയുമ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എത്രയൊക്കെ സങ്കടങ്ങൾ ഉള്ള സമയത്തും ഗുരുവായൂരപ്പന്റെ പാദങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലുന്ന
എഴുതി അയക്കുന്ന ആണ് നമ്മളുടെ ഹൃദയത്തിലുള്ളത്. ഇന്ന് വീണക്കുട്ടിയുടെ ഒരു കീർത്തനം ഇവിടെ ശ്രീ പാരായണം ചെയ്യും. ഹരി ഓം. വെണ്ണയുണ്ടാക്കി ഞാൻ കണ്ണാ നിനക്കേകാൻ വെണ്ണക്കൊതിയനാം ബാലനല്ലേ. വെണ്ണ കഴിച്ചു നീ പുഞ്ചിരി തൂകിട്ടു വെണ്ണക്കണ്ണനായി നൃത്തമാടൂ. കണ്ണാ നീ കാനനം തന്നിൽ കിടാങ്ങളെ മേയ്ക്കുവാനായിട്ടു പോകുന്നേരം കാമിനിമാരാം തരുണി രത്നങ്ങളും കാനനം തന്നിലങ്ങെത്തിടുമ്പോൾ ഗോപികമാരവർ കോർത്തോരു പൂമാല ഗോപാല നിന്റെ ഗളത്തിൽ ചാർത്താൻ ഗോക്കളും മേയാൻ മറന്നു നിൽക്കുന്നിതാ ഗോവിന്ദ നിൻ വേണുനാദം കേൾക്കേ. ആനന്ദ നൃത്തത്താൽ കാനന ഹൃത്തടം ആമോദമോടെയാ ഗോപീജനം ആഹ്ലാദമോടെ ഒഴുകുന്നു കാളിന്തി ആ പാദപത്മത്തെ സ്പർശിച്ചിടാൻ. നിൻ സഖീരാധയുമെത്തിയവനിൽ നിൻ കൂടെ നന്നായൊന്നാടിടുവാൻ നിൻമെയ് വഴക്കത്തിൻ ശോഭ കണ്ടെല്ലാരും നിൻ കടാക്ഷത്തിനായി വെമ്പൽ പൂണ്ടു. നിൻ നീലക്കടമ്പിന്റെ മേലെ അങ്ങേറിട്ടു നീലമുകിൽ വർണ്ണൻ വേണുവൂതി നീലഗിരികളും താഴ്വര തന്നെയും നീലാംബരിയുമതാസ്വദിക്കൂ. എന്തെന്തു ഭാഗ്യം ഇതിൽ പരം സിദ്ധിപ്പാൻ എന്തെന്തു പുണ്യമേതെന്തു ചെയ്തു എന്തെന്തു സുഹൃതമിതിൽ പരം ചെയ്തു നാം എന്തെന്നാൽ കണ്ണനൻ ചാരയില്ലേ. ചിത്തത്തിലിങ്ങനെ ചിന്തിച്ചു ഗോപാലർ ചിത്തത്തിലാനന്ദഘോഷമോടെ ചിത്തം തെളിഞ്ഞു നിറഞ്ഞൊരാ ഭക്തിയിൽ ചിരിതൂകും കണ്ണന്റെ ദിവ്യരൂപം ചിരിതൂകും കണ്ണന്റെ ദിവ്യരൂപം. നമ്മൾ ഈ വരുന്ന 29-ാം തീയതി പാലക്കാട്ട് വീണയുടെ വീട്ടിൽ പോയി സുരേഷിനെയും കുട്ടികളെയും എല്ലാവരെയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നേ ദിവസം ആരെല്ലാമാണ് പാലക്കാട്ട് പോരാൻ തയ്യാറായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം. ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ കൃഷ്ണമന്ദേ എന്തെല്ലാമാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചന അതും നടക്കുന്നുണ്ട്. അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് ഒരു തീരുമാനം എടുത്ത് അതും കൂടി നമുക്ക് അവിടെ അറിയിക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നമ്മളുടെ പഠന ക്ലാസ്സിൽ അതിനെപ്പറ്റിയുള്ള ചിന്തകളും ചർച്ചകളും എന്തായാലും നമ്മളുടെ കൂട്ടത്തിലെ നമ്മളുടെ സഹോദരിക്ക് ഭഗവത്പാദത്തിലുള്ള പുനരാവർത്തി രഹിതമായിട്ടുള്ള ആ മോക്ഷം പ്രാർത്ഥിക്കാം. സർവം ആർപ്പണമസ്തു. ശ്രീ റീന എൻ്റെ ഒരു മകളെ പോലെയാണ്. എൻ്റെ മകളുടെ പ്രായമായിട്ടുള്ളൂ.
ആ കുട്ടിയുടെ വിയോഗത്തിൽ ഞാൻ വളരെയധികം വിഷമിക്കുന്നു. അതല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ദൈവത്തിനല്ലേ എല്ലാം അർപ്പിക്കുക. ആ കുട്ടിക്ക് നല്ലത് വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുക. അമ്മ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ദ്വാരക യാത്രയില് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, ഒപ്പം ഉണ്ടായിരുന്നു. ആരെങ്കിലും പ്രണയെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് പങ്കുവയ്ക്കാം. പ്രേണയെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല. പ്രേണയുടെ ഭക്തിപരമായ കീർത്തനങ്ങളിൽ കൂടെയാണ് പ്രേണയെ ഞാൻ അറിയുന്നത്. പ്രേണ ഏറ്റവും പുണ്യം ചെയ്ത ഒരാത്മാവാണെന്ന് ഇപ്പം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളിൽ 21 ദിവസം തോന്നുന്നു പ്രേണയ്ക്ക് രോഗശാന്തിക്ക് വേണ്ടിക്ക് നമ്മൾ പ്രാർത്ഥിച്ചു. അതുകൂടാതെ ഇപ്പം എല്ലാവരും കൂടി രാമായണവും ഭഗവത്ഗീതയും ഭാഗവതവും എല്ലാം ആ പുണ്യാത്മാവിന് വേണ്ടി സമർപ്പിച്ചു. തീർച്ചയായിട്ടും പ്രേണയ്ക്ക് ആ ഭഗവത്പാദങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും നമുക്കെല്ലാവർക്കും പ്രേണയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ടിട്ടില്ല, പക്ഷേ പ്രേണ എന്നും നമ്മളുടെ മനസ്സുകളിൽ ജീവിക്കും. ഇപ്പൊ ജയശ്രീജി ചൊല്ലിയ ആ കീർത്തനം മാത്രം മതിയല്ലോ, അതിൽ കൂടുതൽ എന്താ വേണ്ടത്? തീർച്ചയായിട്ടും സർവ്വവിധ നന്മകളും നന്ദി സത്യഭാമാജി. പ്രീണ എനിക്ക് യാത്രയിലാണ് ദ്വാരയാത്രയില് പ്രീണയെ കൂടുതലായിട്ട് അടുത്ത് കാണാനുള്ള ഒരു ഇതുണ്ടായി. അല്ലാണ്ട് തന്നെ മെസ്സേജ് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഭാഗവതത്തിന്റെ ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴോ ഒക്കെ എന്തെങ്കിലും മെസ്സേജുകളൊക്കെ ചെയ്യാറുണ്ട്. ആ കുട്ടിയുടെ ആത്മാവിനായിട്ട് ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ കുട്ടിയുടെ കുടുംബത്തിനും അതുപോലെ സഹിക്കാനുള്ള ഒരു കഴിവ് ഭഗവാൻ നൽകട്ടെയും പ്രാർത്ഥിക്കുന്നു. നാരായണീയ കുടുംബം ഹരിയോം നാരായണീയ കുടുംബത്തിലെ എല്ലാവരും ടീച്ചർ എന്നുള്ള പദവി തന്നതുകൊണ്ട് എല്ലാവരും വിളിക്കുകയും സംസാരിക്കും ഒക്കെ ചെയ്യാറുണ്ട് പല സന്ദർഭങ്ങളിൽ. പക്ഷെ ഈ കുട്ടി ഒരിക്കലും ഓഡിയോ കോളല്ല, വീഡിയോ കോളാണ് എപ്പോഴും ചെയ്യുക. എനിക്ക് ഉഷാജിയെ കാണാൻ തോന്നുമ്പോൾ ഞാൻ കോൾ ചെയ്യും എന്ന് പറയും. എനിക്കറിയില്ല എങ്ങനെയാണ് ആ ബന്ധം എത്രത്തോളം ഇതായതെന്നുള്ളത്. എല്ലാ സംഗതികളും ഇങ്ങനെ നേരിട്ട് സംസാരിക്കണം എന്നുള്ളത്. അപ്പൊ ചിലപ്പോഴൊക്കെ എനിക്ക് ആ കുട്ടി ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ, അപ്പൊ എന്നോട് ചോദിക്കും, എനിക്ക് വയ്യായൊന്നുമില്ല, അതിനെന്തിനാ ഉഷാജി കരയണേ, അങ്ങനെ ചോദിക്കും. ശരിക്കും എന്താ പറയാ, ഒരു വല്ലാത്ത ഒരു ആത്മബന്ധം തന്നെയായിരുന്നു അത്. പിന്നെ ചില ദിവസം എന്നോട് പറയും, എന്തെങ്കിലും ഒരു കവിത ചൊല്ലി അയക്കൂ, അങ്ങനെയൊക്കെ പറയും. എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം ഏതോ ഒരു പുസ്തകത്തിൽ അത് അയച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് ഉഷാജിയുടെ മനസ്സാണോ എന്റെ മനസ്സാണോ ഇതിലുള്ളത് എന്നൊക്കെ ചോദിച്ചു. അതായിരുന്നു അവസാനമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഞാൻ വിളിക്കാറില്ല, അനിതയോട് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ഏറ്റവും മനസ്സിൽ വരുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ദ്വാരക യാത്രയിൽ എനിക്ക് എൻ്റെ കാലിൽ ഒരു ചെറിയ ഫ്രാക്ചർ പറ്റിയിട്ട് എനിക്ക് യാത്രയ്ക്ക് പറ്റിയില്ലായിരുന്നു. പക്ഷെ ഗുജറാത്തില് നമ്മുടെ ആൾക്കാർ ഇത്ര തൊട്ടാൽ എത്തുന്ന ദൂരത്തില് എത്തിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റണില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ 15 ദിവസത്തിൽ അത് പ്ലാസ്റ്റർ വെട്ടിയിട്ട് ഞാൻ ഏറ്റവും അടുത്തുള്ള സ്ഥലത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവസാനം എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ എത്തിയിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് അവര്, ഞങ്ങൾ തിരിച്ചിങ്ങോട്ട്. അപ്പൊ എല്ലാവരും പോയി. അപ്പൊ എല്ലാവരും തിരിഞ്ഞു നോക്കി, എല്ലാവരും ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട്. സുരേഷും പ്രീണി ഒരൊറ്റ ഓട്ടം ഇങ്ങോട്ട് തിരുമേനി ഓർക്കുണ്ടാവും അത്, തിരിച്ച് ഇങ്ങോട്ട് ഓടി വന്നിട്ട് തിരുമേനിനെ കെട്ടിപ്പിടിച്ചു, എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പോയി. അതെന്താണെന്ന് അറിയില്ല. എനിക്ക് എപ്പോഴും
ആ പ്രീണയെ പറ്റി ഓർക്കുമ്പോഴൊക്കെ ഞാൻ ആ ഒരു സന്ദർഭം, അതാണ് അവസാനത്തെ കാഴ്ച. പിന്നെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല വീഡിയോ അങ്ങനെ. പിന്നെ സുരേഷിനോട് എനിക്ക് സംസാരിക്കാൻ എനിക്ക് എന്തോ ആ ഒരു ധൈര്യം പോരായിരുന്നു അങ്ങനെ സംസാരിക്കാനായിട്ട്. സുരേഷും അനിതയ്ക്ക് വോയിസ് മെസ്സേജ് ഇടും, അത് വോയിസ് മെസ്സേജ് അനിത കേൾപ്പിക്കും, അങ്ങനെയായിരുന്നു. എപ്പോഴും എപ്പോഴും മനസ്സിലുണ്ട്. അറിയില്ല, എൻ്റെ മകളെക്കാളും 2 വയസ്സേ കൂടുതലുള്ളൂ ആ കുട്ടിക്ക്. അറിയില്ല ഏത് ഏത് ജന്മത്തിലെ ബന്ധമാണെന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ഒരു കാലവും മറവിയിൽ വരില്ല, അത് ഉറപ്പാണ്. മറന്നു പോവില്ല. അങ്ങനത്തെ ഒരു ബന്ധമാണ് ഈ നാരായണീയത്തിൽ കൂടി നമുക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് പറയാനുള്ളത്. പക്ഷെ ഏത് വിധത്തിലാണ് സുരേഷിനെ ആശ്വസിപ്പിക്കുക, ആ കുഞ്ഞു മക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കുക എന്ന് അറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞത് സത്യമാണ്. ആ ഒരു രംഗം എപ്പോഴും വേദനയോടുകൂടി മാത്രമാണ് ഓർക്കാൻ കഴിയുള്ളൂ. അനിത. എന്താ പറയണ്ടേന്ന് അറിയില്ല. തിരുമേനി, നമ്മള് ഭാഗവതവും നാരായണിയും ഒക്കെ പഠിക്കുമ്പോൾ ആചാര്യന്മാരും ഗുരുക്കളും ഒക്കെ പറഞ്ഞു തരണുണ്ട്, ശരീരം ഉപേക്ഷിച്ച് പോകുന്നത് അതൊരു ശാശ്വതമായ മരണമല്ല, വസ്ത്രം മാറുന്നത് പോലെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമെങ്കിലും തത്വത്തിൽ അത് പറയാം. പക്ഷെ ഒരു മനുഷ്യനായിട്ടിരിക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കണില്ല. ഇപ്പം നമ്മൾക്ക് ഈ പ്രതിഭമാജി പറഞ്ഞ പോലെ നേരിട്ട് അറിയാൻ പാടില്ലാത്തവർക്ക് പോലും പ്രിയങ്കരിയായിട്ട് ആ കുട്ടി മാറണമെങ്കിൽ അത് ഭഗവാൻ എത്ര പ്രിയപ്പെട്ടവളായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയോ പൂർവജന്മത്തിൽ നമുക്ക് കൂട്ടായി കിട്ടിയ ഒരു പൂർവജന്മത്തിൽ ഉണ്ടായിരുന്ന ബന്ധം തുടർന്നു പോകുന്നത് പോലെ എങ്ങനെയോ പരിചയപ്പെട്ടു. അന്ന് മുതല് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ എൻ്റെ അമ്മയുടെ വയറ്റില് ജനിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. അമ്മയായിട്ടും എല്ലാ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് അത്രയ്ക്കും അറ്റാച്ച്ഡ് ആയിട്ടിരുന്ന കുട്ടി പിന്നീട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നപ്പം ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളായിട്ടും അത്രയ്ക്കും ആത്മബന്ധത്തിനൊക്കെ ആയി. ഭഗവാന്റെ കഥകൾ എഴുതാനും കീർത്തനങ്ങൾ എഴുതാനും അതേപോലെ പടം വരയ്ക്കാനും എന്ന് വേണ്ട ഭഗവാനെ കുറിച്ച് മാത്രമാണ് ഉള്ള ചിന്ത. ഇപ്പൊ ICUലായിട്ട് പോലും ആ വെന്റിലേറ്ററിലേക്ക് ആക്കണതിന് മുമ്പ് ആ കുട്ടി പറഞ്ഞ വാക്ക് ഗ്രൂപ്പിൽ ഒരുപാട് ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിടുന്നുണ്ട്, എനിക്ക് അതൊന്നും ചൊല്ലാൻ പറ്റണില്ലല്ലോ എന്നാണ്. അപ്പോ സുരേഷ് അതൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മള് ശരിക്കും നമസ്കരിക്കുകയാണ് വേണ്ടത് ആത്മാവിന്. സത്യത്തില് ഭഗവാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നമ്മൾ പറയില്ലേ, ജന്മത്തില് ഉണ്ടായ ആ ഒരു ദോഷങ്ങളെല്ലാം പരിഹരിച്ച്, അല്ലെ, പൂർവജന്മ സഞ്ചിതമായ ദോഷങ്ങളെല്ലാം പരിഹരിക്കാനായിരിക്കും ഇത്രയും കാലം അതിനെ ഇങ്ങനെ കിടത്തിയതെന്ന് എൻ്റെ മനസ്സിങ്ങനെ ആലോചിക്കുമ്പോൾ പറയാണ്. എന്തായാലും അതെല്ലാം പരിഹരിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും. പക്ഷെ ഭൂമിയിൽ ബാക്കി ജീവിച്ചിരിക്കുന്നവർക്ക് അത് ഒരു നിത്യ ദുഃഖത്തിനുള്ള കാരണമായി പോയി എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. സുരേഷിനും മക്കൾക്കും ആ അമ്മയ്ക്കും ഒക്കെ സഹിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ശക്തി കൊടുക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വീണക്കുട്ടിയുടെ ആത്മാവിന് മുന്നിൽ നമസ്കരിക്കുന്നു. നന്ദി അനിതാജി. വീണാജി നമ്മളുടെ ജീവിതത്തിലെ ഒരു തുറന്ന പുസ്തകമാണ്. വീണാജി നമുക്ക് പകർന്നു തന്ന ആ സ്നേഹവും ആ ബഹുമാനവും ഭക്തിയും എല്ലാം നമുക്ക് ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കാം. വീണയുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിവിടെ സമർപ്പിക്കാം. ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സർവം കൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഹരേ നമഃ.